തിരുവനന്തപുരം ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ശ്രീ ഉഭയസുദ്ദീൻ സർ, പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ പട്ടം സനി, സിനിമാ നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ വെഞ്ഞാറമൂട് സജി വി എന്നിവരും പങ്കെടുക്കും. സംഘടനയുടെ ജാതി, മതം, കക്ഷി രാഷ്ട്രീയം എന്നിവ ഉൾക്കൊള്ളാതെ നിഷ്പക്ഷവും സത്യസന്ധവും ആശയശുദ്ധിയും ക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണിച്ച് സംസ്ഥാനത്തുടനീളം ധാരാളം വിമുക്തഭടന്മാർ ഓരോ ദിവസവും സ്വയം മുന്നോട്ട് വന്ന് അംഗത്വം സ്വീകരിച്ചു വരുന്നു. തന്മൂലം വെറും 2 വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ ജില്ലാ യൂണിറ്റുകളും കുറെ താലൂക്ക് യൂണിറ്റുകളും ഇതിനോടകം രൂപം കൊണ്ട് പൂർവ്വ സൈനിക സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, യുവത്വം മായും മുമ്പ് രാജ്യ താല്പര്യപ്രകാരം വിരമിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു സൈനികൻ സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസ ശേഷം പുറത്തു വരുന്ന ഒരു പൗരനിൽ നിന്നും വളരെ ഉയർന്ന പ്രവൃത്തി പരിജ്ഞാനവും ക്ഷമതയും അതിലുപരി കർശന നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശീലിച്ച വ്യക്തിയുമാണ്. ചെറുപ്രായത്തിൽ തന്നെ സൈന്യത്തിൽ ചേരേണ്ടതുള്ളതിനാൽ സ്വാഭാവികമായും സൈന്യ പ്രവേശന സമയം അക്കാഡമിക് സർട്ടിഫിക്കറ്റുകൾ കുറവായിരിക്കും. എന്നാൽ ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടത്, പ്രമുഖ ലോക രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക സൈനിക ക്ഷമത ആർജിച്ച രാജ്യമാണ് ഭാരതം. അതിനർത്ഥം നിലവിലെ സമാനതകളില്ലാത്ത യുദ്ധനീതി, കമ്പ്യൂട്ടറൈസ്ഡ് വെപ്പണറി സിസ്റ്റം എന്നിവ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ടതായ പരിജ്ഞാനം, വിദ്യാഭ്യാസം, അറിവ്, ഡിസിപ്ലിൻ എന്നിവ ആർജിച്ചവരാണ് വിമുക്ത സൈനികർ. ആയതിനാൽ ഏത് തരത്തിലുള്ള തസ്തികകൾക്കും ആവശ്യമായ പ്രവൃത്തി പരിജ്ഞാനം നിഷ്പ്രയാസം ആർജിക്കുവാൻ ക്ഷമത ഉള്ള വിരമിച്ച സൈനികനുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. രാജ്യസമ്പത്തായ ഇത്തരത്തിലുള്ള വിശിഷ്ട പൗരന്മാരെ പുനർ നിയമനം നൽകാതെ വിടുന്നത് രാജ്യത്തിന്റെ തന്നെ നഷ്ടമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല.